ദൈവനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന സാറ്, ഇതിന്റെ അഡ്വൈസറി ബോർഡിലും എഡിറ്റോറിയൽ ബോർഡിലും അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കാളികളായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം ഞാൻ വന്ദനം അറിയിക്കുന്നു. ട്രൂ ബ്രെഡ്, സാക്ഷാൽ അപ്പം എന്ന പേരിൽ ഒരു മാസിക, ഒരു കുടുംബ മാസിക യാഥാർത്ഥ്യമാണ്. ഇതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ബിജു സാർ ഓർപ്പിച്ചതുപോലെ എന്നോട് ഇതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ നമ്മുടെ ജോമോൻ സാറും അതുപോലെ തന്നെ ബൈജുവും ഇവരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുകയുണ്ടായി. സാധാരണയായിട്ട് മാസിക പ്രസിദ്ധീകരിക്കുന്ന ചില ആളുകളെങ്കിലും ഞാനുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. പലപ്പോഴും പ്രിന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംരംഭമാണെങ്കിൽ ഞാനതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഈ കാലങ്ങളിൽ ചെയ്യുന്നത്. കാരണം പ്രിന്റ് ചെയ്തു വരുന്ന മാസികകളൊക്കെ പലതും നിർത്തൽ ചെയ്യുകയും പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്ന മാസികകൾ തന്നെ ഓൺലൈനായി PDF ആയിട്ടൊക്കെ മാറ്റപ്പെടുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടം. പ്രത്യേകിച്ചും ആളുകളുടെ വായന എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള വായനയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഇന്ന് ഓരോരുത്തർക്കും പബ്ലിഷ് ചെയ്യാവുന്ന ഒരു സാധ്യത, ഓരോ വ്യക്തിയും ഓരോ പബ്ലിഷറായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നു. അങ്ങനെ വരുമ്പോൾ ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിഷിങ്ങിന്റെ പ്രസക്തി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. എനിക്ക് തോന്നുന്ന ഒരു 10-30 വർഷം മുമ്പേ എഴുതി വെക്കുന്ന ഒരു കവിതയോ കഥയോ ഒരു ചെറിയ ചിന്തയോ ഒക്കെ ഒന്ന് പബ്ലിഷ് ചെയ്ത് കാണാൻ വളരെ ആഗ്രഹമായി. പിന്നീട് കുറച്ചു കാലം കൂടെ കഴിഞ്ഞ് കുറച്ചും കൂടി ഡെവലപ്പായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പെന്തക്കോസ്ത് മാസികകളിലൊക്കെ ഒരു ആർട്ടിക്കിൾ വരിക എന്നുള്ളതൊരു സ്വപ്നമായി. അപ്പൊ അതിനുവേണ്ടി ഒരുപക്ഷെ പത്രം ഓഫീസിലേക്ക് ഈ ആർട്ടിക്കിളുമായിട്ട് പോവുക, കാരണം അയച്ചാൽ ചിലപ്പോൾ താമസിച്ചു പോകും. അപ്പം അങ്ങനെ കൊണ്ടു കൊടുക്കുക, അത് ചിലപ്പോൾ പ്രസിദ്ധീകരിക്കാതിരിക്കുക, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്, അതിനുശേഷം അടുത്ത ലേഖനം എഴുതുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പൊ അതിനുശേഷം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രയത്നത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നേരെ ഫേസ്ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് എടുക്കുക, കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരു മാസമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ആശയം ലോകത്തോട് പറയാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് ചുറ്റുപാടിലുമുണ്ട്. എന്നാൽ അതൊരു നിയന്ത്രണമില്ലാത്ത, ഒരു കടിഞ്ഞാണില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ്. കാരണം ഭാഷയെക്കുറിച്ച് ബോധമുണ്ടാവുന്നില്ല, ആശയത്തെക്കുറിച്ചുള്ള ഒരു കൃത്യത ഉണ്ടാവുകയില്ല. അപ്പോൾ എന്ത് വേണമെങ്കിലും എഴുതുകയും എന്ത് വേണമെങ്കിലും പറയുകയൊക്കെ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിൽ മാറിയിരിക്കുകയാണ്. പക്ഷേ വളരെയധികം ചിന്തിച്ചും വളരെയധികം സർഗാത്മകതയോടും കൂടെ ആ ഒരു ചിന്തയെ അവതരിപ്പിക്കുവാൻ കഴിയുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. എബ്രഹാം ലിങ്കൻ ഇങ്ങനെ ഒരിക്കൽ പറയുകയുണ്ടായി, വളരെയധികം ചിന്തിക്കുക, കുറച്ച് മാത്രം സംസാരിക്കുക, അതിലും കുറച്ച് മാത്രം എഴുതുക. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത്, എഴുതുന്നത് തലമുറയോളം രേഖയായിരിക്കും എന്നാണ്. എഴുത്തുകൾ തലമുറകൾക്ക് കൈമാറുന്ന ഒരു രേഖയാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മുടെ രചന നിർവഹിക്കേണ്ടത്. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെ ഒരു വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൗത്യമാണ് സാഹിത്യം ചെയ്യുന്നത്. അപ്പൊ സാഹിത്യത്തിലൂടെ ഒരു വ്യക്തിയുടെ സ്വഭാവവും അവന്റെ സംസ്കാരവും എല്ലാം നാം ഉയർത്തിക്കൊണ്ടുവരികയാണ്, അവരുടെ ദർശനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹത്തായ ദൗത്യമാണ് ഈ സാഹിത്യ മേഖലയിൽ ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്നോട് പങ്കുവെച്ചപ്പോൾ ഇതൊരു ഓൺലൈൻ മാഗസിൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ
എനിക്ക് സന്തോഷം തോന്നി. കാരണം അതിനകത്ത് വളരെ മുതൽ മുടക്കുകൾ വളരെ കുറവാണ്. അധ്വാനം ഇച്ചിരി കൂടുതലാണ്, പക്ഷെ മുതൽ മുടക്ക് വളരെ കുറവാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് മറ്റുള്ളവരോട് നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഒരു നല്ല മാധ്യമമായിട്ട് ഈ ഓൺലൈനിലൂടെയുള്ള ഈ ഒരു സംരംഭം വളരെ പ്രയോജനം ചെയ്യുമെന്ന് കാണുകയും അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായത് കുറെ വർഷങ്ങളായി മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ആശയമായിരുന്നു ഇത്. ഒരാളുടെ മനസ്സിൽ മാത്രമല്ല, ഒന്നിലധികം ആളുകളുടെ മനസ്സിൽ ഒരേ ആശയം ദീർഘനാളുകളായി ഉണ്ടായിരിക്കുകയും അവർ തമ്മിൽ കണ്ടുമുട്ടി സംസാരിക്കുകയും ചെയ്ത് അത് യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിലൊരു ദൈവത്തിന്റെ നിർണയം ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. കാരണം ആ ദർശനം പല ആളുകളുടെ മനസ്സിൽ ദൈവം കൊടുക്കുകയും അത് ദൈവത്തിന്റെ സമയമായപ്പോൾ അത് പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഒരു സംരംഭം തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും. അത് അനേകർക്ക് വലിയ പ്രയോജനം ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു സാധാരണ ഒരു പത്രം, ഒരു മാസിക, അതിന്റെ കാറ്റഗറി ഒരുപക്ഷെങ്കിൽ വാർത്താ മാധ്യമങ്ങളായിട്ടുണ്ട്, സാഹിത്യ മാസികയായിട്ടുണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറി ഉണ്ട്. നാം ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു കുടുംബ മാസികയാണ്. അപ്പൊ കുടുംബ ബന്ധങ്ങൾക്കും കുടുംബങ്ങളുടെ മൂല്യങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസികയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കുടുംബം എന്നുള്ള ഒരു പദം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുടുംബത്തിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംരംഭമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ രചയിതാക്കളും അതിന്റെ അണിയറ ശില്പികളും ഒക്കെ ഒരു കുടുംബത്തെ പരിപാലിക്കുന്നത് പോലെ കുടുംബത്തിന്റെ ഒരു ദർശനം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമേ ഇത് ചെയ്യുവാനായിട്ട് പാടൂ. നമുക്ക് ക്രൈസ്തവ പത്രപ്രവർത്തനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കും. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പത്രം തുടങ്ങുന്നത് 1780-ലാണ്. 1780 കൽക്കട്ടയിലാണ് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന ഒരു പത്രം ആരംഭിക്കുന്നത്. അവിടെ മുതലാണ് പത്രപ്രവർത്തനത്തിന്റെ ആരംഭം കുറിക്കുന്നത്. അത് വൈദേശികരാണ് മലയാള പത്രപ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. കേരളത്തിന്റെ സ്ഥിതിയോ അത് തന്നെയാണ്. കേരളത്തിലേക്ക് വന്ന മിഷണറിമാരാണ് പത്രങ്ങൾ ഇവിടെ ആയിട്ട് ആരംഭിക്കുന്നത് നമുക്കറിയാം. 1847 രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം അതൊരു വാർത്താ പ്രാധാന്യമുള്ള വാർത്താ കണ്ടന്റുള്ള ഒരു പത്രമായിരുന്നത് കൊണ്ടാണ് ആദ്യത്തെ പത്രം എന്നുള്ള നിലയിൽ അതിനെ ചരിത്രം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ചരിത്രം പഠിക്കുന്ന ആളുകൾ പറയുന്നത് രാജ്യസമാചാരമായിരുന്നില്ല ആദ്യത്തെ പത്രം. തലശ്ശേരിയിൽ നിന്ന് തന്നെ ഇല്ലിക്കുന്നിൽ നിന്ന് പുറപ്പെടുവിച്ച 1846, അതായത് രാജ്യസമാചാരം പ്രസിദ്ധീകരിക്കുന്നതിന് 1 വർഷം മുമ്പ് ഗുണ്ടട്ടിന്റെ തന്നെ നേതൃത്വത്തിൽ ഒരു മലയാള പഞ്ചാംഗം എന്ന് പറയുന്ന ഒരു പത്രം, ഒരു മാസിക ഇറങ്ങിയുണ്ടായി. മലയാള പഞ്ചാംഗം എന്ന് പറയുന്ന അത് യഥാർത്ഥത്തിൽ ഒരു വാർത്താക്കുറിപ്പുകളുള്ള ഒരു പത്രമായിരുന്നു. അത് മറ്റു പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന, സാധാരണക്കാരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാസികയായിരുന്നു. അതിനകത്ത് മറ്റ് സെക്കുലറായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടായിരുന്നെങ്കിലും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായിരുന്നു. ഒരു ക്രിയാത്മകത ഉണ്ടായിരുന്നു, സാഹിത്യം ഉണ്ടായിരുന്നു, അതിനകത്ത് ഭാവനയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പത്രമായിരുന്നു മലയാള പഞ്ചാംഗം. പിന്നീട് രാജ്യസമാചാരത്തിനും ശേഷമാണ് പശ്ചിമോദയം വരുന്നത്. പശ്ചിമോദയം കുറച്ചുകൂടെ പാശ്ചാത്യമായ കാര്യങ്ങളെ ഉൾക്കൊള്ളുമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പശ്ചിമോദയം ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിജ്ഞാനങ്ങളുടെ അപ്പുറത്തേക്ക്, ചക്രവാളത്തിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള വിശാലമായ വിഷയങ്ങൾ ഈ പശ്ചിമോദയത്തിൽ കാണുവാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ, ഭൂമിശാസ്ത്രപരമായ വിഷയങ്ങൾ, അതുപോലെ മതങ്ങളെക്കുറിച്ചുള്ള, വ്യത്യസ്ത മതങ്ങളെക്കുറിച്ച് ഉള്ള അറിവുകൾ, വ്യത്യസ്ത ഭാഷകളെക്കുറിച്ച്, അതുപോലെ തന്നെ ജനസമൂഹങ്ങളെക്കുറിച്ച്, ജനപദങ്ങളെക്കുറിച്ച്, സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ മലയാളികൾക്ക് വായിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പത്രം ഉണ്ടായത് പശ്ചിമോദയത്തിന്റെ വരവോടുകൂടിയാണ്.
ഒരുപക്ഷെ അന്നത്തെ മലയാളികൾ ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന കാര്യങ്ങളിലുള്ള പുതിയ വിഷയങ്ങളിലുള്ള അറിവുകൾ ആദ്യമായി പകർന്നു കൊടുക്കുന്നത് പശ്ചിമോദയമാണ്. അതിനുശേഷം വന്നിട്ടുള്ള ജ്ഞാനനിക്ഷേപം നമുക്കറിയാം. ജ്ഞാനനിക്ഷേപം പിന്നീട് കുറച്ചു കാലം കൂടെ കഴിഞ്ഞു. 1848 CMS മിഷണറിമാരുടെ നേതൃത്വത്തിലുള്ള ജ്ഞാനനിക്ഷേപം ആരംഭിച്ചു. അപ്പൊ ജ്ഞാനനിക്ഷേപത്തിൽ യഥാർത്ഥത്തിൽ വാർത്തകളുണ്ട്, സഭാവാർത്തകളുണ്ട്, ദൈവശാസ്ത്ര വിഷയങ്ങളുണ്ട്. അപ്പോൾ തന്നെ അതിനകത്ത് സാഹിത്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം ആനയും തുന്നൽക്കാരനും എന്ന് പറയുന്ന ഒരു കഥ, ആനയുടെയും തുന്നൽക്കാരന്റെയും ഒക്കെ കഥ ആദ്യമായിട്ട് ജ്ഞാനനിക്ഷേപത്തിലാണ് വരുന്നത്. അതുപോലെ പുല്ലേലി കുഞ്ചു എന്ന് പറയുന്ന നോവൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഈ ജ്ഞാനനിക്ഷേപത്തിലാണ്. പിന്നീട് വന്ന വിദ്യാസംഗ്രഹം, അതിനുശേഷം വന്ന CMS കോളേജിന്റെ നേതൃത്വത്തിൽ വന്ന വിദ്യാസംഗ്രഹത്തിലാണ് കാതകവധം എന്ന് പറയുന്ന കൊളിൻസ് മാതാമയുടെ നോവൽ വരുന്നത്. അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിഷണറിമാർ തുടങ്ങിയ സംരംഭങ്ങളിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളും അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേവലമായിട്ടുള്ള വേദപുസ്തക ആഖ്യാനങ്ങൾ മാത്രമായിരുന്നില്ല, മനുഷ്യ സംബന്ധിയായ സകല വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്ന വിജ്ഞാനം പകർന്നു കൊടുക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു അവരുടെ എല്ലാ സാഹിത്യ സംരംഭങ്ങളും എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻസ് ഇന്ന് പല ആളുകളും അത് മറച്ചു പിടിക്കുകയാണ്. ഭാഷയുണ്ടാക്കുന്നതിനും ലിപി ഉണ്ടാക്കുന്നതിനും പത്രങ്ങൾ തുടങ്ങുന്നതിനും അച്ചടി വിദ്യ ഉണ്ടാക്കുന്നതിനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, മലയാള വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള